VK ലോഫ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പ്രാവുകൾക്കുള്ള മിക്സഡ് ഫുഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് ഏകദേശം 18 മുതൽ 20 ഐറ്റംസ് ഉപയോഗിച്ചാണ് ഫുഡ് മിക്സ് ചെയ്യുന്നത്. അതെല്ലാം ഏതൊക്കെയാണെന്ന് കൃത്യമായി വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മാക്സിമം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ എല്ലാവരും ഫുഡ് നന്നായി കഴുകി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മാത്രം പ്രാവുകൾക്ക് കഴിക്കാൻ കൊടുക്കുക. നല്ല ഫുഡ് കൊടുത്താൽ തന്നെ പ്രാവുകൾക്ക് നല്ല രീതിയിലുള്ള വളർച്ചയുണ്ടാകും. അതേപോലെ പ്രാവുകൾ എപ്പോഴും നല്ല ഹെൽത്തി ആയിരിക്കും. മിക്സഡ് ഫുഡിൻ്റെ ഏകദേശം 40 മുതൽ 50% ഗോതമ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഐറ്റം നുറുക്ക് ചോളമാണ്. പ്രാവുകൾ നന്നായി കഴിക്കുന്ന ഒരു ഐറ്റമാണ് നുറുക്ക് ചോളം. നമുക്ക് ഇതേപോലത്തെ ഒരു വലിയൊരു പാത്രത്തിൽ ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് മണിച്ചോളാണ്. ഇതിനെ വെള്ളച്ചോളം എന്നും പറയുന്നുണ്ട്. ഇതും പ്രാവുകൾ നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു ഫുഡ് തന്നെയാണ്. ഇതും കൂടി നമുക്ക് ഈ ഒരു മിക്സിൽ ഉൾപ്പെടുത്താം. അടുത്തത് കമ്പ് അല്ലെങ്കിൽ ബജ്ര എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതും പ്രാവുകൾ നല്ല രീതിയിൽ തന്നെ കഴിക്കുന്ന ഒരു ഐറ്റംസ് തന്നെയാണ്. അടുത്തതായി ചേർക്കുന്നത് ചുവന്ന ചോളമാണ്. ഇത് ചോളത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ്. ഇതിൽ ധാരാളം അയൺ കണ്ടൻ്റൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതും പ്രാവുകൾ നല്ല രീതിയിൽ തന്നെ കഴിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതും കൂടി നമുക്ക് ഈ ഒരു മിക്സഡ് ഫുഡിലേക്ക് ഉൾപ്പെടുത്താം. അടുത്തത് പച്ചരിയാണ്. ഇതെല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഇതും പ്രാവുകൾ നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ പച്ചരിയും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നാലും എല്ലാം കൂടി ലാസ്റ്റ് എല്ലാം കൂടി ഇടുമ്പോൾ ചിലപ്പോൾ എല്ലാം കറക്റ്റായിട്ട് മിക്സ് ആവണമെന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അടുത്തത് ചെറുപയറാണ്. പ്രാവുകൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ചെറുപയർ. ഇതും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വൻപയറാണ്. ഇതും പ്രാവുകൾ നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. അടുത്തത് കടലയാണ്. ഇതും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനം തന്നെയായിരിക്കും. ഇതും പ്രാവുകൾ നല്ല രീതിയിൽ കഴിക്കും. അപ്പോൾ ഈ ഒരു കടലയും കൂടി നമുക്ക് ഈ മിക്സഡ് ഫുഡിൽ ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ ഈ ഫുഡൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ലേശം മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. പ്രാവുകൾക്ക് നല്ലതാണ്, പ്രാവുകളുടെ വയറിനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ ഫുഡ് കൂടുതൽ കാലം കേടുകൂടാതിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ഫംഗസ്, പൂപ്പൽ പോലുള്ളതൊന്നും വരാതിരിക്കാനും ഈ മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ല ഉപകാരമായിരിക്കും. മഞ്ഞൾപ്പൊടി പോലെ തന്നെയാണ് വെളുത്തുള്ളിയും കൂടി നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കും. കീടാണുക്കളൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഏറ്റവും നല്ലൊരു സാധനമാണ്. ഈ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം.
അടുത്തത് മുത്താറയാണ്. റാഗി എന്ന് ഇതിനെ പറയും. ഇതും പ്രാവുകൾ നല്ല രീതിയിൽ കഴിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. അടുത്തത് തേന. ഇത് ലവ് ബേർഡ്സിനൊക്കെ കൊടുക്കുന്ന തേനയാണ്. പ്രാവുകളും ഇത് നല്ല രീതിയിൽ കഴിക്കും. കുട്ടികളായിട്ടിരിക്കുന്ന പ്രാവുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തേനയൊക്കെ നല്ലോണം കഴിക്കുന്നതായിട്ട് കാണാം. അടുത്തത് ഗ്രീൻ പീസ് ആണ്. പ്രാവുകൾ നല്ല രീതിയിൽ തന്നെ ഇത് കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് ഇതും നമ്മുടെ പ്രാവുകൾക്കുള്ള ഫുഡിൽ ഇതും കൂടി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അടുത്തത് തുവരയാണ്. ഇതും പ്രാവുകൾ നല്ല രീതിയിൽ തന്നെ കഴിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇതും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്താം. ഇത് വീട്ടിൽ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ്. ഇതും പ്രാവുകൾ നല്ല രീതിയിൽ തന്നെ കൊത്തി തിന്നുന്നുണ്ട്. ഒന്നും അങ്ങനെ വേസ്റ്റൊന്നും വരാത്ത ഐറ്റമാണ്. അതുകൊണ്ട് ഇതും കൂടി നമുക്ക് പ്രാവുകളുടെ മിക്സഡ് ഫുഡിലേക്ക് ഉൾപ്പെടുത്താം. അടുത്തത് മുതിരയാണ്. ഇതും പ്രാവുകൾ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് സൺഫ്ലവർ സീഡാണ്. ഇത് നല്ല ഓയിൽ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡാണ്. ഇതും പ്രാവുകൾ നല്ലോണം കഴിക്കും. ഇത് നമ്മുടെ പ്രാവുകളുടെ തൂവലൊക്കെ നല്ല ഭംഗിയിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ് ഇത്. ഇത് സഫോള സീഡ്. ഇതും പ്രാവുകൾ നല്ല രീതിയിൽ കഴിക്കും. നല്ല ഓയിൽ കണ്ടൻറ്റ് ഒക്കെ ഉള്ള ഐറ്റം തന്നെയാണ്. ഇതും നമുക്ക് പ്രാവുകളുടെ മിക്സഡ് ഫുഡിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ എൻ്റെ പ്രാവുകൾക്കുള്ള മിക്സഡ് ഫുഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത്, അതേപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഇല, ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മിക്സഡ് ഫുഡ് തയ്യാറാക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഫുഡിൻ്റെ അകത്ത് ഫംഗസോ പൂപ്പലോ ഒന്നും കയറാതിരിക്കാൻ, അതേപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ കയറുന്നതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്.
ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഈ ഐറ്റംസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെക്കും. എന്നിട്ട് ഇതിൻ്റെ അതേ അളവിൽ തന്നെ ഗോതമ്പും കൂടി മിക്സ് ചെയ്തിട്ടാണ് പ്രാവുകൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ ഗോതമ്പാണ് ഏറ്റവും കൂടുതൽ ഈ മിക്സഡ് ഫുഡിൽ ഉൾപ്പെടുത്തുന്നത്. ഏകദേശം 50% തന്നെ ഞങ്ങൾ ഗോതമ്പ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. മിക്സഡ് ഫുഡിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇതുവരെ ഗുഡ് ബൈ.